ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മൈസൂസ്കൾ. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു സീൻ എന്നല്ലേ? ഇത് നമ്മൾ ഓർണമെൻറ്റ്സ് കൊണ്ടുതരാൻ വേണ്ടി കൃഷ്ണേച്ചി വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കാനുള്ളൊരു ടൈം ഗ്യാപ്പ് ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നിങ്ങളിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ബൈ ദ ബൈ ഇമ്പളെ വ്ളോഗ് എന്താ നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മൾ ഒരു മെറ്റേണിറ്റി ഷൂട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതാണ് ഹംന ഹെമിൻ മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജാണ് കേട്ടോ ഇവരുടേത്. അപ്പോൾ ഞാൻ അതിന് മുൻപേ കുറച്ച് വീഡിയോസൊക്കെ മേക്കപ്പിന് മുന്നേ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കുകയാണ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ ഇടാമല്ലോ എന്നുള്ള പ്ലാനിൽ. ഹംനെ ഞാൻ വർത്തമാനം പറയുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഞങ്ങൾ പണ്ടൊട്ടേ ഭയങ്കര കമ്പനിയാണ്. പക്ഷേ സംഭവം ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഉമ്മക്ക് പിന്നെ അങ്ങനത്തെ നേരത്തെ പരിചയത്തിന് ആവശ്യമൊന്നുമില്ല, കയറി അങ്ങ് വർത്തമാനം പറയുമല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് മേക്ക് ഓവറിനോ എന്തിനു വരുന്ന ആർക്കാണേലും ഒരു ബോറടിക്കലുണ്ടല്ലോ. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി മാത്രമേ ചുണ്ടനക്കാതെ ഞാൻ വെച്ചു കൊടുക്കാറുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ ചലിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആക്ച്വലി നമ്മളുടെ ഈ ഒരു വർക്കിൻ്റെ റിസൾട്ട് വന്നപ്പം ആദ്യം നമുക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി മേക്കപ്പ് ചെയ്യുന്നത് തന്നെയാണ് ചേച്ചിക്ക് ഭംഗി, ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അപ്പോഴേ എനിക്കറിയാം ഇതിൻ്റെ ഔട്ട്ഡോർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. കാരണം എൻ്റെ റിംഗ് ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത കാരണമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കുറച്ചൊരു എന്താ പറയുക, ഒരു മേക്കപ്പ് കൂടിയോ അല്ലെങ്കിൽ എൻ്റെ ലെൻസ് ബോറായി പോയോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവുക. അത് ഞങ്ങൾക്ക് ഈ വീഡിയോ എടുത്ത സമയത്ത് ഏറ്റവും ഇഷ്ടമായത് ഇൻഡോറിൽ നിന്ന് എടുത്ത വീഡിയോസ് ആയിരുന്നു. അതായത് നമ്മൾ ഈ ലൈറ്റ് വെച്ചിട്ട് എടുത്ത വീഡിയോസ് ആയിരുന്നു. പക്ഷേ എനിക്ക് റിസൾട്ടൊക്കെ വന്ന് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇഷ്ടമായത് ഔട്ട്ഡോറാണ്. കാരണം അപ്പോഴാണ് നാച്ചുറൽ ഫീൽ ചെയ്തത്. ഇതിപ്പോൾ റിംഗ് ലൈറ്റിൻ്റെ വെളിച്ചവും അതിൻ്റെ ഗ്ലെയർ അടിക്കുന്നതുകൊണ്ടൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം മേക്കപ്പ് കൂടിയ പോലെയോ ലെൻസ് ബോറായി പോയോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഔട്ട്ഡോർ എടുത്ത വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഭയങ്കര നാച്ചുറൽ ഫീൽ ആയിരുന്നു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു മേക്ക് ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ, എനിക്ക് മേക്ക് ഓവർ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞ കാര്യം എനിക്ക് എൻ്റെ ഐ മേക്കപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ലൈക്ക് എൻ്റെ ഒരു കുഞ്ഞു കണ്ണാണ്. ആദ്യം വലിയ കണ്ണായിരുന്നേ. എനിക്ക് തോന്നുന്നു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് ചെറുതായി പോയിന്ന്. അപ്പോൾ ഇപ്പോൾ ഒരു കുഞ്ഞു കണ്ണാണ്. ആ കുഞ്ഞു കണ്ണൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് വിടർന്ന് നല്ല വലിയ കണ്ണായി നല്ല ഐ ഷാഡോ ഒക്കെ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഐ മേക്കപ്പാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഈ ഒരു ലൈറ്റിൻ്റെ പുറത്ത് എല്ലാവരും ഫസ്റ്റ് വീഡിയോ കണ്ടപ്പം ഐ മേക്കപ്പാണ് ബോറായതെന്നാണ് ചില ആൾക്കാരുടെ ഒരു ധാരണ ഉണ്ടായത്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്കാണേലും ഞാനത് കഴിഞ്ഞതിന് ശേഷം കല്യാണീനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തായിരുന്നു എൻ്റെ ലുക്ക്. അപ്പോൾ അവളും പറഞ്ഞു ഭയങ്കര നാച്ചുറൽ ലുക്ക്. അതായത് ഇതിപ്പോൾ ചേച്ചി ചെയ്തതൊക്കെ പോലെ തന്നെ കണ്ണ് കുറച്ചുകൂടെ വൃത്തിയായെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നല്ലൊരു മേക്ക് ഓവർ ആണിത് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ഉണ്ടായിരുന്നു കേട്ടോ. നേരിട്ട് കാണാൻ ആ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലൈറ്റാണ് എന്നെ പറ്റിച്ചത്. അപ്പോൾ പാവം കുട്ടിക്കാണ് കേട്ടത്. എൻ്റെ മേക്ക് ഓവർ ചെയ്ത കുട്ടി വിചാരിക്കും ഈശ്വരാ ഞാൻ അത്രയും നന്നായി ചെയ്തിട്ട് ചേച്ചീൻ്റെ ലൈറ്റ് കാരണം എനിക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഔട്ട്ഡോർ ലുക്ക് ഒന്ന് നോക്കി നോക്കൂട്ടോ. അതിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു വളകാപ്പിൻ്റെ ഫംഗ്ഷൻ ആണോ ചേച്ചി എന്നൊക്കെ കേട്ടോ. ആക്ച്വലി ഞാനൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്ക് പേടിയാണ് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനൊക്കെ. അപ്പോൾ ഓരോന്നിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ പേര് എന്നോട് ഇങ്ങനെ മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ കാര്യം നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തർ മെസ്സേജ് അയക്കുമ്പോഴും ഞാൻ പറഞ്ഞത് അനോമലി സ്കാൻ കഴിയട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അനോമലി സ്കാനൊക്കെ കഴിഞ്ഞൊന്ന് ഞാൻ കുറച്ചൊന്ന് സ്റ്റേബിളായെന്ന് കണ്ടപ്പോഴാണ് മെല്ലെ ഷൂട്ട്സൊക്കെ ഒന്ന് കമ്മിറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു ഷൂട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു 1-2-3 ഷൂട്ടൊക്കെ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാക്കുക. അതൊക്കെ ഇങ്ങനെ വരും കേട്ടോ. ആക്ച്വലി എന്താ പറയുക, വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. വളകാപ്പ് ഉണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് ധാരണയില്ല. കാരണം ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളെ അറിയിക്കാതെ ഞാൻ ചെയ്യുമോ അല്ലേ. മേക്കപ്പിനിടയ്ക്ക് എൻ്റെ 2 വാലന്മാരും എവിടെ പോയി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ. താഴെ അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ അവരെ ഞാൻ പറഞ്ഞതാണ് മുകളിലേക്ക് അധികം വിടണ്ടെന്നുള്ളത്. അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം പരിപാടി എനിക്ക് തരും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ക്രിസ്മസ് ഷൂട്ടിന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും മല്ലുട്ടം എല്ലാം വന്നിട്ട് ഐഷാഡോ ഒന്ന് ബ്ലാക്ക് കളർ തോണ്ടി മോന്തേലെ വേച്ചങ്ങ് തേച്ച് തന്നെ എനിക്ക് കേട്ടോ. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ മേക്കപ്പിൻ്റെ ഏരിയയിലേക്ക് 2 പേരെയും വല്ലാതെ അടുപ്പിക്കാത്തതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ നമ്മുടെ സാരി ഒരുപാട് നല്ല റിവ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സാരി വന്നിട്ട് നമ്മുടെ ബ്ലാക്ക് പെപ്പർ ഇല്ലേ, ഇൻസ്റ്റാ പേജിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ആളുടെ ഒരു പുതിയ സംരംഭമാണ് അസ്ത്രാബൈ പാർവതി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജാണ്. അടിപൊളി സാരീസുള്ളൊരു പേജാണ് കേട്ടോ. ഞാനിവിടെ പേജിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അടിപൊളിയാണ്. എനിക്ക് ഈ സാരി ഉണ്ടല്ലോ വന്ന് ഉടുത്ത് കഴിഞ്ഞ പണീൻ്റെ ഭംഗി ശരിക്കും അറിയണത് നേരിട്ട് ഇങ്ങനെ ഫോട്ടോയിൽ കണ്ടപ്പോഴും വന്നപ്പോഴും കണ്ടപ്പോഴും ഇത്രയ്ക്കൊരു ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എൻക്വയറി വന്നാണ് ഈ വലിയ മാല കേട്ടോ. അപ്പം ഇതൊക്കെ വന്നിട്ട് ലൈഗർ ബൈ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. റെൻ്റൽ ആണ്, അല്ലാതെ റീറ്റെയിൽ ഉണ്ടോ എന്ന് അവരോട് ചോദിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തേക്കാം. മൊത്തത്തിൽ നമ്മൾ വർക്ക് ഏകദേശമൊക്കെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കുണ്ടല്ലോ ഈ വലിയ ഇങ്ങനെ സിന്ദൂരം കുറേ തൊട്ടിട്ടുള്ള ഷൂട്ട്സിൽ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലതൊക്കെ നമ്മൾ ഈ ചുട്ടി വെക്കും. പക്ഷേ ഇതിന് ചുട്ടി വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗി ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചുട്ടി മാറ്റിയിട്ട് സിന്ദൂരം ഇങ്ങനെ
നന്നായിട്ട് ലോങ് ആയിട്ട് ഇട്ട് കൊടുത്തത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞിക്കൈ നിങ്ങൾ കാണുന്നില്ലേ, ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ, എല്ലാം ഒന്ന് തൊട്ടൊഴിഞ്ഞ് നോക്കി പോകുന്നുണ്ട്. ഞാനിവിടെ ഘോരം പ്രസംഗിക്കുന്ന എന്താണെന്നുള്ളത് നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവില്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഇതിലും കൂടെ ആഡ് ചെയ്യുന്നില്ല. ആദ്യം നമ്മൾ സൈഡിലേക്ക് കേൾ ചെയ്ത് ഇടാം ഹെയർ എന്ന് വിചാരിച്ചു, പക്ഷെ കേൾ ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നിയില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ കേൾ ചെയ്യണം, നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം. പിന്നെ ഓവർ ഹെയറിൽ ഹീറ്റ് കൊടുക്കുന്നൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങനെ ഇടാതെ എൻ്റെ ഒരു സജഷൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹംനയുടെ വക ഒരു അടിപൊളി സോങ് ഉണ്ടായിരുന്നു. ആള് നല്ലൊരു പാട്ടുകാരിയാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഓൾറെഡി ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കേട്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. കേൾക്കാത്തവർ പോയി കേൾക്കണേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആള് പേടിച്ചാണ് പാടിയത്. അയ്യോ ഞാൻ പാടണമെന്നൊക്കെ ചോദിച്ചിട്ട്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഔട്ട്ഡോർ ലുക്ക് ഒന്ന് നോക്കണം കേട്ടോ എന്തായാലും. അപ്പോൾ ദൃശ്യവും എങ്ങനെയുണ്ട് നമ്മളെ മേക്ക് ഓവർ? അടിപൊളിയുണ്ട്. നിങ്ങൾ പറയട്ടോ എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു ഓവർ പുട്ടിയൊന്നും ഇല്ലാതെ ഒരു നാച്ചുറൽ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ ഒരു ടൈമും നല്ല എൻജോയ് ചെയ്തു. വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ. പിന്നെ നമ്മളെ നാക്ക് അങ്ങനെയാണല്ലോ, ഇന്നെ സഹിച്ചുണ്ടാവും കുറെ. പക്ഷെ അടിപൊളിയാണ്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഐ മേക്കപ്പ് ഞാൻ എടുത്ത് പറയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കുഞ്ഞിക്കണ്ണൊക്കെ കൂടെ വലിയ കണ്ണാക്കി തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നമ്മളെ സഹിച്ച ബേബിക്ക് വേണം അവാർഡ് കൊടുക്കാൻ. ഞങ്ങൾ അത്രയും കത്തിയേനു. ഞങ്ങൾ ഒരാൾ നിർത്തുമ്പോ ഒരാൾ തുടങ്ങും അടുത്തത്. ബേബി സെറ്റ് അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പറയട്ടോ. നമ്മൾ വള മാറ്റി ഗൈസ്, വള നമ്മൾ മാറ്റി പിടിച്ചു. നമുക്ക് പിന്നെ നമ്മളെ ട്രാൻസിഷൻ വീഡിയോൻ്റെ ബാക്കി എടുത്തു വെച്ചു. പിന്നെ ആരാണ് ക്യാമറാമാൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ നിന്ന് എടുത്തൊക്കെ നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ടാണ് എടുത്തെങ്കിലും പുറത്തുനിന്നുള്ളത് പ്രവീൺ, ഞങ്ങളെ കസിനും അതുപോലെ തന്നെ ഹംനയുടെ ഫ്രണ്ടുമായിട്ടുള്ള പ്രവീണാണ് കുറച്ചൊക്കെ എടുത്തു തന്നത്. ബാക്കി അശ്വിനിയും കൂടെ വന്നിട്ടാണ് എടുത്തത് കേട്ടോ. ഞാനിവിടെ മേക്കപ്പ് ചെയ്യുന്നത് കണ്ട് അസൂയ മൊത്തൊരാൾ താഴെ പെരുങ്കരച്ചിലായിരുന്നേ. പോവാണ്ടൊക്കെ അതൊക്കെ ഓള് തൊട്ടതാണ്. കൈകൊണ്ട് കന്മശി കയ്യിലാക്കിണ്ടോ കൈമല്. നോക്കട്ടെ മോളെ. നല്ല സുന്ദരിയായിട്ടുണ്ട്. ആവും അതൊക്കെ ഞങ്ങൾ ശരിയാക്കും. കുഴപ്പമില്ല, സുന്ദരിയാന്ന് പറഞ്ഞാ പോരെ. മുഖത്ത് നോക്കിയിട്ട് സുന്ദരിയാണെന്നാ പറയണ്ടേ. ഞാൻ പോയി ഫോട്ടോ എടുത്തു തരാം. അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞ് വീട്ടിനുള്ളിലെ വൈറ്റലയ്ക്കലിന് ശേഷം നമ്മൾ പുറത്ത് വന്നിട്ട് ഇതാ അറിഞ്ച തിരിഞ്ഞു മറിഞ്ഞു അട്ടത്ത് നോക്കിയും താഴെ നോക്കിയൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇതൊക്കെ പ്രവീണാണ് എടുത്തത്. പ്രവീണും പിന്നെ ഹംനയും കൂടെ രണ്ടുപേരും കൂടിയാണ് എടുത്തത്. പക്ഷേ കോമഡി ഇതൊന്നും അല്ലായിരുന്നു. ഞങ്ങളിവിടെ ഒന്ന് പെരിഞ്ചിരിയായിരുന്നേ. തുമ്പമ്മേനെ അങ്ങനെ ഒരുക്കി കഴിഞ്ഞിട്ട് ഓക്ക് ദേഷ്യം അങ്ങോട്ട് മാറുന്നില്ല. പിന്നെ ഓൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ മേക്കപ്പ് ചെയ്ത ആളുണ്ടല്ലോ, ആളുടെ അടുത്താണ് ഫുള്ള് ദേഷ്യം. അതായത് അവളെ മേക്കപ്പ് ചെയ്ത് കൊടുത്തില്ലല്ലോ, ആ ഒരു ദേഷ്യം കുട്ടിക്ക് നല്ലോണം ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടീൻ്റെ പ്രകടനം അങ്ങോട്ട് തുടങ്ങിയിട്ടാ. ആ കണ്ണൻ ഒന്ന് പതുക്കെ തുറന്നിട്ട് ഒരു റൊമാൻറ്റിക് ലുക്കില് ആയിവാ. എവിടെ നമുക്കിപ്പോൾ റൊമാൻറ്റിക് ലുക്ക് വരില്ല എന്നുള്ളത് ഓർക്കൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഏതോ ഒരു ലുക്ക് കൊടുത്ത് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്ത് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ ക്യാമറാമാൻമാരാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും പറയുന്ന സെയിം ഡയലോഗാണ്. ആയി വാ പൊളിച്ച് സൂപ്പറായിട്ടുണ്ട് എല്ലാവരും പറയും. അതെന്താ പറയുക, നമ്മളെന്നൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ എനിക്കും അറിയാം, എന്നാലും കേൾക്കാനൊരു സുഖം അല്ലേ. അല്ലു എന്ന് പറഞ്ഞിട്ട് ഇട്ടാ മതി. എന്റെ പിന്നാലെ അയ്യോ ശരിക്കും കിട്ടോ. എന്തിനാ നീ തല്ലുന്നേ? മേക്കപ്പ് ഇട്ട് തന്നില്ലല്ലോ. അമ്മയ്ക്ക് മേക്കപ്പ് ഇടാൻ വന്നതല്ലേ ആന്റി? തുമ്പി എന്തിനാ വടി എടുത്ത് നിക്കുന്നേ? പറ, എന്തിനാ ആന്റീനെ തല്ലുന്നേ? എന്തുകൊണ്ടാ?
തുമ്പിക്ക് അച്ഛമ്മ മേക്കപ്പ് ചെയ്തന്നല്ലോ. അതാ നല്ല സുന്ദരിയാക്കി നീലിയാക്കി ഉണ്ടല്ലോ. അമ്മ versus തുമ്പി. എങ്ങനെ ദൈവമേ അടിച്ചു അടിച്ചു ഒരു മാറ്റേണിറ്റി ഷൂട്ടിന് പോയ എന്റെ അവസ്ഥ. അമ്മ പോസ് ചെയ്യാണ്, മക്കളാണെങ്കിൽ എന്നെ മേക്കപ്പ് ചെയ്തില്ല പറയുന്ന തല്ലി ഓടിക്കാൻ നിൽക്കുക. ആയിക്കോട്ടെ, എന്നാലും ഗൈസ് നിങ്ങൾ അറിയണം എന്റെ ഒരു അവസ്ഥ. ദൈവമേ കണ്ടോ, വിളിച്ചു വരുത്തി അപമാനിക്കാണ്. തുമ്പിക്കുട്ടനെ മേക്കപ്പ് ചെയ്യേണ്ട പ്രായമായിട്ടില്ലല്ലോ. എന്താ തുമ്പി, ഞങ്ങളെ ക്യാമറമാനെ പരസ്യമായി തെറി വിളിച്ചോണ്ടിരിക്കുന്ന തുമ്പി. ഇങ്ങോട്ട് വാടാ, ധൈര്യം ഉണ്ട് ഇന്ത്യയിലേക്ക് വാടാന്നാ പറയാ. പറയുമ്പോളെ ധൈര്യം ഉണ്ട് ഇന്ത്യയിലേക്ക് ഒരു മേക്കപ്പ് ചെയ്തരാത്ത ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അറിയില്ല. ഒരു മേക്കപ്പിന്റെ അപാരത, മേക്കപ്പ് അപാരത. ഇങ്ങനെ പിന്നെ തുമ്പീനെ കുറച്ച് നേരത്തെ പ്രകടനം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി. ഇല്ലാതെ ഈ കുട്ടി ഇജാതി കളിയൊന്നും കളിക്കല്ല. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഷൂട്ട് ചെയ്യണ്ടല്ലോ, എവിടുന്നാണ് പടി വരിക, ഇനി മട്ടലൊക്കെ അങ്ങനെ പറന്ന് വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്കും ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓളെ നോക്കുന്നുമുണ്ട്, ഇവിടെ ഷൂട്ട് നടക്കുന്നുമുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ കഥാനായിക വന്നത്, അശ്വിനി വന്ന് പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ വേറെ എടുത്തു കേട്ടോ. കുറച്ചൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തത്. പിന്നെ നേരെ ഓപ്പോസിറ്റുള്ള താത്തേൻ്റെ വീട്ടിൽ പോയിട്ടാണ് ബാക്കി ആ ഡാൻസ് വീഡിയോ അല്ലേ അതൊക്കെ എടുത്തതേ. അധിക കാരണങ്ങളാൽ ഞങ്ങൾ ഷൂട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ പിന്നെ പ്രവീൺ തന്നെ എടുത്തുന്ന വീഡിയോസാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അശ്വിനിനെ വിളിക്കണമെങ്കിൽ എവിടെ എത്തി, ഞാൻ കെട്ടാങ്ങലുണ്ട്, ബസ് കത്തിക്കുക. കുറച്ച് കഴിയുമ്പോൾ ബസ് എത്തിയില്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ ബസ് കയറി, കുറച്ച് കഴിഞ്ഞ് ഞാൻ കമ്പനി മുക്ക് എത്തി. ഇങ്ങനെ ഓരോ വഴിയായിട്ട് കുട്ടി പറയണ്ടല്ലോ. കുട്ടി ഇവിടെ എത്തുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അരമണിക്കൂർ മുമ്പേ ഇറങ്ങി എന്ന് പറയില്ലേ, അത് കൂട്ടായിരുന്നു കുട്ടീൻ്റെ അവസ്ഥ. കുറേ നേരം കാത്തുന്നതിന് ശേഷമാണ് നമ്മളെ ക്യാമറാമാൻ ഇവിടെ എത്തിയത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ എൻ്റെ വൈശാഖേട്ടനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു ഗൈസ്. അല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. എനിക്ക് ശരിക്കും ചില സമയം സങ്കടമാവും കേട്ടോ. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് സങ്കടമാകുമ്പോൾ ഞാൻ ഏട്ടനോട് ചോദിക്കും, ഏട്ടൻ എന്തിനാ അപ്പം ഇങ്ങനെ ഗൾഫിലൊക്കെ പോയത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. കാരണം പ്രേമിക്കുന്ന കാലത്ത് നമുക്ക് അറിയില്ലല്ലോ ഈ മനുഷ്യൻ ഗൾഫിൽ പോകുന്ന. ആ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രേമിക്കൂലായിരുന്നു. ഒരു ഗൾഫാരനും പട്ടാളക്കാരനും ഞാൻ കെട്ടൂല എന്ന് എപ്പോഴും പറയുമായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഗൾഫാരനും പട്ടാളക്കാരനും ഉള്ള വീട്ടിലേക്കാണ് ഞാൻ എത്തിയത്. ഞാൻ ഗൾഫുകാരനെയാണ് കെട്ടിയത്. എങ്ങനെ ഉണ്ട്, ഇതൊക്കെയാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഏട്ടൻ ഡ്യൂട്ടിനിടയിലാണെങ്കിലും ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ. എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എനിക്കിങ്ങനെ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞാൽ ഏട്ടനെ കാണിച്ചു കൊടുക്കണം, ഏട്ടൻ എന്നെ പുകഴ്ത്തി 2 വർത്താനം പറയണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ, കുഞ്ഞു ആഗ്രഹങ്ങൾ അല്ലേ. പിന്നെ എനിക്ക് ഓർണമെൻറ്റ്സ് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓർണമെൻറ്റ്സും സാരിയും ലുക്കും എല്ലാം. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു വൃത്തിക്കുള്ളൊരു മേക്ക് ഓവറായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അവിടുത്തെ ലൈറ്റിൻ്റെ പ്രശ്നമായിരുന്നു. പുറത്തെത്തിയപ്പോൾ എല്ലാം സെറ്റായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളിതാ പിന്നെ കുറച്ച് വീഡിയോസ് എടുത്തത് കശ്വിനിയായിട്ടോ എടുത്തത്. പിന്നെ നമ്മൾ താത്തേൻ്റെ വീട്ടിൽ പോയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് സന്ധ്യാസമയമാണ് ഞങ്ങളുടെ നോർമൽ ഫോട്ടോഷൂട്ടിന് ടൈം. എപ്പോഴും അങ്ങനെ കേട്ടോ. ഞങ്ങൾ ചിലപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറയും. അശ്വിനി റെഡി ആയി വരുമ്പോഴത്തേക്കും 5 മണിയാവും. പിന്നെ ഞങ്ങളെല്ലാം കൂടെ വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ 6 മണിയാവും. അങ്ങനെ ഇരുടായിട്ടാണ് നമ്മളെ വീഡിയോ ഒക്കെ എടുത്ത് കയ്യിൽ. പിന്നെ ഇടയ്ക്ക് ഇത് നമ്മളെ സുന്ദരിമണി വന്നിട്ട് നമ്മളടുത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഓക്കുണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇന്നും നമ്മളെ കുമ്പേലെ കുഞ്ഞാവ് വിചാരിച്ചിട്ടുണ്ടോ ദൈവമേ അവിടെ എന്താ ഭൂമി കുലുക്കോ എന്തോ ഉണ്ടോയെന്ന്. പിന്നെ എൻ്റെ വയറ്റിലുള്ള കുട്ടികളെല്ലാവരും ഇതൊക്കെ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് അല്ലും തുമ്പിയൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിഞ്ഞുകൊണ്ട് തന്നെ അടുത്തതും ഇത് അതിൻ്റെ അപ്പുറേക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അടങ്ങി നിന്നിട്ടേ ഇല്ല. എൻ്റെ പ്രഗ്നൻസിയിലൊന്നും എല്ലാം ഞാൻ ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് എനിക്കുള്ളത് വെച്ച് ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഡാൻസ് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല റീച്ചും ഉണ്ടായിരുന്നു കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ് എല്ലാവരും തന്ന സപ്പോർട്ടിന്. ആൻഡ് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നമ്മളുണ്ടല്ലോ ഫുൾ കോമഡി കേട്ടോ. നമ്മൾ ഒരു ഫോണിൽ പാട്ട് വെക്കും, മറ്റേ ഫോണിൽ വീഡിയോ എടുക്കും, അങ്ങനെയാണ്. അശ്വിനിയാണ് പിന്നെ ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള കരങ്ങൾ, ആ കറുത്ത കൈകൾ അവളുടേതാണ്. നമ്മുടെ വീട്ടിലെ പോലെയല്ല, താത്തേൻ്റെ വീട്ടിൽ നിന്ന് ഒരു പ്രത്യേക വെളിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് വീഡിയോസിനൊക്കെ. താങ്ക് യു മോളെ. എന്താ ലാസ്റ്റത്തെ വയറ് വെച്ചിട്ടുള്ളേ അതും ഈ സെയിം അടുത്ത്
ആ തിരിഞ്ഞോളൂ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ഇന്നത്തെ ഷൂട്ടൊക്കെ അവസാനിച്ചു കേട്ടോ. അപ്പം മൊത്തത്തിൽ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ. പിന്നെ പിന്നാമ്പുറത്തൂടെ തന്നെ 2 വാലന്മാർ ഓടുന്നുണ്ടല്ലോ, അവരെയും വെച്ചുകൊണ്ട് ഞങ്ങൾ ഷൂട്ട് എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.